പൊടിയൊന്നും കുഴക്കാണ്ടും പരത്താണ്ടും ഞൊട്ടിയിടയിൽ നമുക്കൊരു പിസ്സ ഉണ്ടാക്കിയെടുത്താലോ. അത് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒറിജിനൽ പിസ്സയായിട്ട് കട്ടയ്ക്ക് നിൽക്കും കേട്ടോ, അടിപൊളിയാണ്. അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു നോക്കരുത് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോവാം. ബ്രെഡിൻ്റെ റെസിപ്പി കാണിച്ചപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞില്ലേ, അരികെ കട്ട് ചെയ്തത് കളയണ്ട, എടുത്ത് മാറ്റി വെച്ചോളൂ എന്ന്. അപ്പം അത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി പിസ്സയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം അതിനായിട്ട് ആ എടുത്ത് വെച്ചിരിക്കണം ആ ബ്രെഡിൻ്റെ അരികെല്ലാനും നമുക്കൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 4 കോഴിമുട്ടയാണ്. അതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ച ബ്രെഡ് അതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എല്ലാ ബ്രെഡിലേക്കും നന്നായിട്ട് പെരണ്ട് വരണം. എന്നിട്ട് ഒരു 1 മിനിറ്റ് അവിടെ വെച്ചാൽ അത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യാം, ഒരു 1/4 കപ്പ് ക്യാപ്സിക്കോൺ ചേർത്ത് കൊടുക്കണത്, പിന്നെ ഒരു 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ സെലറി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു 1/4 കപ്പ് കോൺ, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ചതച്ച മുളകും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി അടപ്പത്തൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. തീ കുറച്ചിടാൻ ശ്രദ്ധിക്കുക. ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബ്രെഡിന്റെ കൂട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാവരും നന്നായി ഒന്ന് കൂട്ടി വെച്ചിട്ട് കയ്യിൽ വെച്ചൊന്ന് പരത്തി വട്ടത്തിലാക്കി എടുക്കുക, ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പൊ ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം കേട്ടോ. അപ്പൊ ഒരു മൂടിയുടെ സഹായത്തോട് കൂടെണ്ട ഞാൻ ഇതൊന്ന് മറിച്ചിടണത്, അല്ലാണ്ട് മറിച്ചിട്ട് അത് പൊട്ടിപ്പോവേ. ഇനി അതിന്റെ മുകളിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആട്ടാ ഞാൻ ഒഴിച്ചു കൊടുക്കണത്. ഒരു കയ്യിൽ വെച്ച് അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവണ വിധത്തിൽ പരത്തി കൊടുക്കുക. ഇനി ഇതിന്റെ മുകളിലേക്ക് മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കണത്. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മളെ പിസ്സ പാകത്തിന് മൊരിഞ്ഞ് അതിന്റെ മുകളിലിട്ട ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ റോസ്മേരി ആണ് കേട്ടോ, ഡ്രൈഡ് റോസ്മേരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഹെർബും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് നമ്മളെ ഒറിജിനൽ പിസ്സയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ നമ്മളെ പിസ്സയ്ക്ക് കിട്ടും. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചിക്കനോ അല്ലെങ്കിൽ ചെമ്മീനോ ഒലിവുകായ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.